അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ ഫിഗർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ അനാട്ടമി പറഞ്ഞു, പിന്നെ അതിൽ ജോയിൻറ്റ്സ് ആൻഡ് മസിൽസ് ഒക്കെ പറഞ്ഞു, 8 ഹെഡ് തിയറി പറഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനത്തെയൊക്കെ ടൈപ്പ് ഫിഗേഴ്സ് ഉണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പല ടൈപ്പ് ഫിഗേഴ്സിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫിഗർ എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമ്മൾ അറിയണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ബൈ ബേർത്ത് ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ചില ആൾക്കാർക്ക് ചില ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ സാധാരണ ആൾക്കാരിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പം ബൈ ബേർത്ത് ജനിക്കുമ്പോൾ തന്നെ ചിലപ്പം അങ്ങനെ ആയിട്ടാ ജനിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഓക്യുപ്പേഷൻ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ആയിട്ട് വരുന്നതും ഉണ്ടാവാം. ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഫിഗേഴ്സ്. അപ്പം നമുക്ക് ഈ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുമല്ലോ ബോഡിയിലുള്ള. അപ്പോൾ അത് നമ്മൾ നോർമലുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെയാണ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 ടൈപ്പിലാണ് ഫിഗേഴ്സ് ഉണ്ടാവുക. 2 ടൈപ്പിലേ ആകെയുള്ളൂ ഫിഗേഴ്സ്. നോർമൽ ഫിഗർ ഉണ്ടാവും, അബ്നോർമൽ ഫിഗറും ഉണ്ടാവും. അപ്പം നോർമൽ ഫിഗർ എന്താണെന്ന് നോക്കാം. നോർമൽ ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ വിഡ്ത്തും നമ്മുടെ ഹൈറ്റും ഒക്കെ കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. നമ്മുടെ എത്രത്തോളമാണ് വണ്ണം ഉള്ളത്, അതിൻ്റെ എത്രത്തോളം ഹൈറ്റ് വേണം, അതൊക്കെ നമ്മളത് കറക്റ്റ് ആയിരിക്കും നോർമൽ ഫിഗേഴ്സിൽ. അപ്പോൾ ഹൈറ്റ് ഇത്ര വേണം, 5 ഇഞ്ച് ഇത്ര, 5 ഫീറ്റ് എത്രയായിരുന്നു, 1 ഇഞ്ച് 2 ഇഞ്ച് എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ മിനിമം ഇത്ര വേണം, ലേഡീസാണ് ഇത്ര വേണം, ജെൻസാണ് ഇത്ര വേണം എന്ന് ഉണ്ടാവും. അപ്പം അതിൽ എന്താ പറയുക, കുറേ ഡീവിയേഷൻസ്, കുറേ വ്യത്യാസം വരുന്ന ഫിഗേഴ്സൊക്കെ എന്തായിരിക്കും? അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടാവുന്നതായിരിക്കാം. പിന്നെ നമ്മൾ പറയാം, നോർമൽ പറഞ്ഞു, അബ്നോർമൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കില്ല നമുക്കുള്ള വെയ്റ്റ് അല്ലേ, വിഡ്ത്ത്. അതായത് നമ്മുടെ ഹൈറ്റും വിഡ്ത്തും തമ്മിൽ എന്താ പറയുക, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഭയങ്കര നല്ല വണ്ണം ഉണ്ടാവും, പക്ഷേ ആ വണ്ണത്തിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ ചെറിയ ഡീവിയേഷൻസ് അല്ലെ, നോർമൽ ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ അതിനെ അബ്നോർമാലിറ്റി ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഇതിൽ കുറേ അബ്നോർമാലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സാമ്പിൾസാണ്. കോർപ്യുലൻ്റ്, ഇതൊരു ടൈപ്പ് ഫിഗറാണ്. പിന്നെ സ്റ്റൂപ്പിംഗ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂനി നടക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഫോർവേഡ് സ്റ്റാൻസ്, നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് മുന്നോട്ട് നട്ടെല്ലൊക്കെ വളഞ്ഞിട്ടുണ്ടാവും, അതിനാണ് നമ്മൾ സ്റ്റൂപ്പിംഗ് ഫിഗർ എന്ന് പറയാം. കോർപ്യുലൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള വയറൊക്കെ നല്ലോണം ഉണ്ടാകുന്ന ആൾക്കാർ നമ്മൾ കോർപ്യുലൻ്റ് ഫിഗർ എന്ന് പറയാം. പിന്നെ ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ചെസ്റ്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ നിൽക്കും, ബാക്കിലേക്ക് ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ ഇറക്റ്റ് ഫിഗർ എന്ന് പറയാം. പിന്നെ സ്ക്വയർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ നമുക്ക് ഷോൾഡറിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും അല്ലേ, ഒരുപാട് സ്ലോപ്പിംഗ് അല്ല, കുറച്ചൊരു സ്ലോപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പം അതല്ലാണ്ട് കറക്റ്റ് സ്ക്വയർ പോലെ ഇരിക്കും ചിലരുടേത്, അതിന് നമ്മൾ സ്ക്വയർ ഷോൾഡർ എന്ന് പറയാം. പിന്നെ പ്രോമിനൻ്റ് ഹിപ്പ് അറിയാലോ. അപ്പം അതായത് സീറ്റ് മെഷർമെൻ്റ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നത് അബ്നോർമാലിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ, അതായത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഗാർമെൻറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അബ്നോർമാലിറ്റിയിൽ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഓർത്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. കാരണം ചില ഡിഫറൻസ് വരും. സാധാരണ നോർമൽ ഫിഗറിന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അബ്നോർമൽ ഫിഗറിനുള്ള ഗാർമെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ അബ്നോർമൽ ഫിഗറിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇറക്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇറക്റ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, ചെസ്റ്റ് നല്ല വിരിഞ്ഞിങ്ങനെ നിൽക്കും, ബാക്ക് കുറച്ച് വളഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എവിടെയാണ് കാണുക?
പോലീസ്, ആർമി അങ്ങനെയുള്ള ഇതിലുള്ള പേഴ്സണാലിറ്റീസാണ് സാധാരണ നമ്മളിങ്ങനത്തെ ആൾക്കാരെ കാണാം. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താ? ബാക്കിൽ നന്നായിട്ട് വളഞ്ഞിട്ടുണ്ടാവും, ഫ്രണ്ട് നല്ല വിരിഞ്ഞങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും അല്ലേ. അപ്പം ഈ ബാക്കിലെ ലെങ്ത്ത് എന്ന് പറയുമ്പം കുറവായിരിക്കും അല്ലേ, ബാക്കിലേക്ക് നിൽക്കുന്ന കാരണം ബാക്കിൽ കുറവായിരിക്കും. പക്ഷേ ഇവിടുന്ന് അതായത് ഫ്രണ്ടിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ് കൂടുതലായിരിക്കും, ബാക്കിൽ നിന്ന് വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ് കുറവുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവർ ബെൻഡ് ചെയ്തിരിക്കുക പുറകിലേക്ക്. അപ്പോൾ അന്നേരം എന്താ പ്രശ്നം വരിക? എക്രോസ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ചെസ്റ്റ് മെഷർമെൻ്റ് ഉണ്ട്, അതായത് ഈ ഇവിടെ മുതൽ ആ സൈഡ് വരെയുള്ളത്, അതിനാണ് നമ്മൾ എക്രോസ് ചെസ്റ്റ് എന്ന് പറയുക. അത് കൂടുതലായിരിക്കും, നല്ല റൗണ്ടായിരിക്കും. കുറച്ച് മെഷർമെൻറ്റ് ബാക്കിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് കുറവായിരിക്കും, അപ്പം ബാക്കിലെ എക്രോസ് ബാക്ക് കുറവായിരിക്കും, പക്ഷേ എക്രോസ് ഫ്രണ്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു ഫിഗറിൻ്റെ പ്രത്യേകത. അടുത്തത് സെമി കോർപ്യുലൻ്റ് ഫിഗർ. സെമി കോർപ്യുലൻ്റ് എന്ന് പറയുമ്പം ഇതിൽ നമ്മൾ സാധാരണ നമുക്ക് വേസ്റ്റ് കുറവായിരിക്കും, അതിലും കുറച്ചും കൂടെ മെഷർമെൻറ്റ് കൂടുതൽ ആയിരിക്കും ഇവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ്, ഹിപ്പ് അതിലും കൂടുതലായിരിക്കും. പക്ഷേ സെമി കോർപ്യുലൻ്റ് ഫിഗറിൽ വേസ്റ്റ്, ഹിപ്പ്, ചെസ്റ്റൊക്കെ ഈക്വൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. അപ്പം ഫ്രണ്ടും ബാക്കിനൊക്കെ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ കേവ് ഒന്നും ഉണ്ടാവില്ല. വേസ്റ്റിന് സാധാരണ നമുക്കൊരു ചെറിയ കേവ് ഉണ്ടാവും അല്ലേ, അത് സാധാരണ ഉണ്ടാവും. പക്ഷേ അബ്നോർമൽ ഫിഗർ, അതായത് സെമി കോർപ്യുലൻ്റ് ഫിഗറിന് അത് ഉണ്ടാവില്ല. ഓക്കെ. അടുത്തത് ടോൾ ആൻഡ് തിൻ. ടോൾ ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൾ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും, സാധാരണ ആൾക്കാരെക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാവും, പക്ഷേ ഹൈറ്റിന് അനുസരിച്ചുള്ള വണ്ണം ഉണ്ടാവില്ല. തീരെ മെലിഞ്ഞിട്ട് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ടോൾ ആൻഡ് തിൻ എന്ന് പറയുക. അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് അറിയാലോ, മെഷർമെൻറ്റ് കുറവായിരിക്കും, വിഡ്ത്ത് കുറവായിരിക്കും നോർമൽ ഫിഗറിനേക്കാളും. നമ്മളെല്ലാം നോർമലിനെ കമ്പയർ ചെയ്തിട്ടാണ് എല്ലാ അബ്നോർമാലിറ്റിയും പറയുന്നത്. ഇതിൽ നമ്മളെ ഷോൾഡർ മെഷർമെൻറ്റ് സാധാരണ ആൾക്കാരെക്കാളും കൂടുതലുമായിരിക്കും, ഷോൾഡർ മെഷർമെൻറ്റ് കൂടുതലായിരിക്കും, പക്ഷേ വിഡ്ത്ത് കുറവായിരിക്കും, വെയിറ്റ് ഉണ്ടാവില്ല, നല്ല നീളത്തിൽ നല്ല ഹൈറ്റ് ഉണ്ടാവും ആൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ ടോൾ ആൻഡ് തിൻ ഫിഗർ എന്ന് പറയുക. സാധാരണ ആളെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ നോർമൽ ഹൈറ്റ് ആയിരിക്കില്ല ഇവർക്ക് കുറച്ചും കൂടെ ഒരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തൊരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യും, കാരണം ഹൈറ്റ് കുറേ വ്യത്യാസം വരും സാധാരണ ആൾക്കാരിൽ നിന്നും. അടുത്തത് സ്റ്റൂപ്പിംഗ് ഫിഗർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കൂനി നടക്കുന്ന പോലത്തെ ആൾക്കാർ. അപ്പോൾ ഇത് നേരെ നമ്മൾ ഇറക്റ്റ് ഫിഗറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, സ്റ്റൂപ്പിംഗ് ഫിഗർ. മറ്റേതിൽ ഇവിടെ കുറവായിരുന്നു അല്ലേ, ബാക്ക് ലെങ്ത്ത് അതായത് വേസ്റ്റ് ലെങ്ത്തിലേക്ക് കുറവായിരുന്നു, പക്ഷേ ഇതിൽ വേസ്റ്റ് ലെങ്ത്ത് കൂടുതലുണ്ടാവും ബാക്ക് സൈഡിൽ, ഇവിടെയാണെങ്കിൽ കുറവായിരിക്കും, കാരണം ഇയാൾ മുന്നോട്ട് കുനിഞ്ഞാണ് നടക്കുന്നത് അല്ലേ, കൂനി നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ ബെൻഡിങ് ഉണ്ടാവും, ഫ്രണ്ടിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന കാരണം ഇത് കുറവായിരിക്കും. പക്ഷേ ബാക്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഇറക്റ്റിൻ്റെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ റൗണ്ടാന്ന് പറയുന്നത്, ഇത് ബാക്കിൽ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കും ബാക്കിൽ. അപ്പം ഫ്രണ്ട് ലെസ് ആയിരിക്കും, ബാക്ക് ലെങ്ത്തും കൂടുതലുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഫിഗർ കാണുമ്പോൾ അറിയാമല്ലോ, ഇത് കുറച്ചും കൂടെ കൂനിയിട്ടിരിക്കുന്നത്, മറ്റേ നല്ല സ്ട്രെയിറ്റ് ആയിരുന്നു ചെസ്റ്റ്, അപ്പോൾ ഫ്രണ്ട് കൂടുതലായിരുന്നു ബാക്ക് കുറവായിരുന്നു. ഇത് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്റ്റ് ഫിഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റൂപ്പിംഗ് ഫിഗറാണ്, ഓർത്ത് വയ്ക്കണം. അടുത്തത് ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട്. ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് തീരെ കുറവായിരിക്കും, പക്ഷേ നല്ല വണ്ണം ഉണ്ടാവും, ഹൈറ്റിനേക്കാളും കൂടിയിട്ട് വണ്ണം ഉണ്ടാവും. നമ്മൾ സാധാരണ ഹൈറ്റും വെയ്റ്റും ഒരു പ്രപ്പോർഷനേറ്റ് ഉണ്ട്, അതുപോലെ ആയിരിക്കില്ല. നമ്മൾ കുള്ളന്മാരെന്നൊക്കെ പറയില്ല, നോർമലായിട്ടുള്ളൊരു ബോഡി സ്ട്രക്ചറിനേക്കാളും ഹൈറ്റ് തീരെ കുറവായിരിക്കും അവർ. അത് പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവരെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് എന്ന് പറയാം. പിന്നെ ഹിപ്പൊക്കെ കൂടുതലായിരിക്കും, പിന്നെയോ തൈസ് ഭയങ്കര അടുത്തായിരിക്കും, ഹൈറ്റ് കുറവല്ലേ അവർക്ക്, അതുകൊണ്ട് ഗേർത്ത് മെഷർമെൻ്റ് ഒക്കെ എന്താണ്, ഗേർത്ത് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ റൗണ്ട് മെഷർമെൻറ്റ് കുറവായിരിക്കും, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടാവും ആൾക്ക്, ഹൈറ്റ് അധികം ഉണ്ടാവില്ല, ഹൈറ്റ് തീരെ കുറവായിരിക്കും. നോർമൽ ഫിഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് നല്ല കുറവായിരിക്കും. അങ്ങനെയുള്ള ഫിഗറിനെയാണ് നമ്മൾ ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് എന്ന് പറയുക. അടുത്തത് സ്ലോപ്പിംഗ് ഷോൾഡർ. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, സ്ക്വയർ ഷോൾഡറൊക്കെ അവിടെ പറഞ്ഞു അല്ലേ, തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇത് സ്ലോപ്പിംഗ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സ്ലോപ്പിംഗ് ഉണ്ട്, ചെറിയൊരു സ്ലോപ്പിംഗ് നമുക്ക്
നമ്മുടെ ഷോൾഡറിനുണ്ട്. അപ്പം നമ്മൾ ചെയ്യുമ്പം ഒരു 1/2 ഇഞ്ചൊക്കെ ചെരിച്ചിട്ടാണ് നമ്മൾ ഷോൾഡറൊക്കെ കട്ട് ചെയ്യുക. പക്ഷേ ഇവരുടെ സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുറവായിരിക്കും, കുറച്ചും കൂടെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് കട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വരച്ച് പാറ്റേണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്ലോപ്പിംഗ് ആക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഫിഗേഴ്സിനെയൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ്, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഫിഗേഴ്സിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലും നമുക്ക് എവിടെയൊക്കെയാണ് കറക്ഷൻസ് വേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് സാധാരണ പാരലലായിരിക്കില്ല, ചെസ്റ്റും വേസ്റ്റും അനുസരിച്ച് പാരലലായിരിക്കില്ല. പക്ഷേ സ്ലോപ്പിംഗ് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നെക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നും അല്ലേ. നന്നായിട്ട് സ്ലോപ്പ് ചെയ്ത് വരുമ്പം കഴുത്തിന് നീളം കൂടിയതായിട്ടാണ് തോന്നുക. അപ്പം ആം സൈ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ കൈക്കുഴിക്കാണ് ആം സൈ എന്ന് പറയാം. അപ്പോൾ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, സ്ലോപ്പിംഗ് ഷോൾഡർ. അടുത്തത് സ്ക്വയർ ഷോൾഡർ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്ലോപ്പ് ചെയ്തിരിക്കും. ഇതാണെങ്കിലോ നോർമൽ സ്ലോപ്പിങ്ങും അല്ല, ഇത് നല്ല സ്ക്വയർ പോലെ ഇരിക്കും. സാധാരണ ഇങ്ങനത്തെ ഫിഗേഴ്സിൽ നമ്മൾ ചെയ്യുമ്പം നമ്മളിവിടുത്തെ സ്ലോപ്പ് അളവെടുക്കുന്നത് വേണ്ടി വരില്ല, കറക്റ്റ് എടുക്കേണ്ടി വരും ഇങ്ങനെ. അപ്പം ഷേപ്പ് കുറവായിരിക്കും ഇതിന്. അപ്പോൾ ഇത് കയറിയിരിക്കുന്ന കാരണം എന്താ, നെക്കിന് ഹൈറ്റ് കുറഞ്ഞ പോലെ തോന്നും. മറ്റേതെങ്ങനെയായിരുന്നു, സ്ലോപ്പ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ നെക്ക് ഹൈറ്റ് കൂടിയിട്ടായിരുന്നു തോന്നുന്നത്. ഇത് നെക്ക് ഹൈറ്റ് കുറഞ്ഞായിട്ട് തോന്നും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഷോൾഡർ വേസ്റ്റിനും ഹിപ്പിനൊക്കെ പാരലായിട്ടാണ് വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പിക്ചറും ഓർത്ത് വയ്ക്കുക, അതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ കോർപ്യുലൻ്റ്. നമ്മൾ സെമി കോർപ്യുലൻ്റ് പറഞ്ഞു, വേസ്റ്റ് ചെസ്റ്റ് ഹിപ്പൊക്കെ ഒരേപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതിലെങ്ങനെയാണ് നോക്കൂ, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാലോ. നമ്മൾ സാധാരണ വേസ്റ്റ് കുറവായിരിക്കും അല്ലേ, ചെസ്റ്റും ഹിപ്പും കൂടുതലുണ്ടാവുക. ഇതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, ഏറ്റവും കൂടുതലുള്ളത് വേസ്റ്റാണ്. വേസ്റ്റ് മെഷർമെൻ്റാണ് ഏറ്റവും കൂടുതലുണ്ടാവുക, ചെസ്റ്റും ഹിപ്പൊക്കെ കുറവായിരിക്കും. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ ഈ ഏരിയ നമുക്ക് അബ്നോർമൽ ഗ്രോത്താണ്. അപ്പോൾ എങ്ങനെ എടുക്കുക, ഫ്രണ്ടിൽ നിന്ന് ലെങ്ത്ത് എടുക്കുക വിചാരിക്കുക. വേസ്റ്റ് ലെങ്ത്ത് എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഇവിടുന്ന് ഇത്രയേ എടുക്കണം, അപ്പോൾ കൂടുതലായിരിക്കും അല്ലേ. ഫ്രണ്ട് ലെങ്ത്ത് എങ്ങനെയാണ്, ബാക്കിലെ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ അളവ് കൂട്ടിയിട്ട് വേണം ഇങ്ങനെയുള്ളവർക്ക് എടുക്കാൻ. വേസ്റ്റ് മെഷർമെൻറ്റോ ഹിപ്പിനേക്കാളും പിന്നെ നമ്മുടെ ചെസ്റ്റിനേക്കാളും ഒക്കെ കൂടുതലായിരിക്കും. നെക്ക് കുറഞ്ഞായിട്ടാണ് തോന്നുക അല്ലേ, നല്ല വണ്ണമുള്ളതുകൊണ്ട് വയറൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. നെക്കിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യും, കുറവായിരിക്കും. അപ്പോൾ എക്രോസ് ചെസ്റ്റ് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള ചെസ്റ്റ് മെഷർമെൻറ്റ്, ഈ ആം ഹോളിൻ്റെ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുമല്ലോ, ഈ ഷോൾഡറിൻ്റെ ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ എടുക്കുന്ന മെഷർമെൻറ്റ് കൂടുതലായിരിക്കും എക്രോസ് ചെസ്റ്റ്. എക്രോസ് ബാക്ക് കുറവായിരിക്കും, കാരണം സ്ട്രക്ചർ കാണുന്നില്ലേ, ബോഡി സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ ഫിഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വൺ വേർഡിൽ ചിലതൊക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. കോർപ്യുലൻ്റ് ചോദിക്കാറുണ്ട്, പിന്നെ സെമി കോർപ്യുലൻ്റ് നോക്കണം, സ്റ്റൂപ്പിംഗ് ഫിഗർ, ഇറക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടത് നോക്കുക, പിക്ചർ മനസ്സിലാക്കി വെക്കുക. അന്നേരം ബോഡി സ്ട്രക്ചർ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളതെന്ന്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ടൈപ്സ് ഓഫ് ഹ്യൂമൻ ഫിഗേഴ്സിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.